അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്വിയാമു ജുന്ന വഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫത്ത് വലാ യസ്ഖബ് ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതല ഫൽയഖുൽ ഇന്നി ഇംറഉൻ സ്വാഇം. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നോമ്പ് ഒരു പരിചയാണ്. നിങ്ങളുടെ നോമ്പിൻ്റെ ദിവസമായാൽ ആരും ബഹളം വെക്കുകയോ ശണ്ട കൂടുകയോ ചെയ്യരുത്. ഇങ്ങോട്ടാരെങ്കിലും പ്രശ്നമുണ്ടാക്കാനോ ശണ്ട കൂടാനോ ചീത്ത പറയാനോ വന്നാൽ അവർ പറയേണ്ട മറുപടി നിശ്ചയം ഞാൻ ഒരു നോമ്പുള്ള മനുഷ്യനാണ് എന്നാണ്. നോമ്പിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹദീസിൻ്റെ ഭാഗത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ എന്ന് പരിചയപ്പെടുത്തിയ ശേഷം നോമ്പിൻ്റെ നാൾ നിങ്ങൾ ഏറ്റവും ശാന്തരും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളുമാവണം എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ബഹളമുണ്ടാക്കാനോ ഒച്ചയെടുക്കാനോ പ്രശ്നങ്ങളുണ്ടാക്കാനോ വഴക്ക് കൂടാനോ ഒന്നും പാടില്ല. ആരെങ്കിലും ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ, വഴക്ക് കൂടാൻ വന്നാൽ, ശണ്ട കൂടാൻ വന്നാൽ, ഇങ്ങോട്ടാരെങ്കിലും ചീത്ത പറഞ്ഞാൽ ഒറ്റ മറുപടിയെ വിശ്വാസിക്കുണ്ടാകാവൂ, ഞാൻ നോമ്പുകാരനാണ് എന്ന്. അള്ളാഹുവിന് വേണ്ടി പൈതാഹം നിയന്ത്രിക്കാൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ, വിചാരങ്ങളെ നിയന്ത്രിക്കാൻ സമയം മാറ്റിവെച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും വികാരങ്ങൾക്കടിപ്പെട്ട് നിങ്ങൾ പറയുന്നതിന് തക്കതായ മറുപടി തിരിച്ചു പറയാനോ പ്രതികരിക്കാനോ പാടില്ല എന്നതാണ് ഒരു നോമ്പുകാരൻ്റെ മനസ്സിൽ മറ്റൊരാൾ പ്രശ്നത്തിൽ വരുമ്പോൾ ഉണ്ടാകേണ്ടത്. അങ്ങോട്ട് പ്രശ്നമുണ്ടാക്കില്ല, ഒരു പ്രയാസവും ഉണ്ടാക്കില്ല, ഒരു ബഹളവും ഉണ്ടാക്കില്ല, ഒരൊച്ചപ്പാടും ഉണ്ടാക്കില്ല എന്നത് മാത്രമല്ല നോമ്പുകാരൻ്റെ പ്രത്യേകത. ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്നാലും പ്രതികരിക്കാനോ പ്രതിവചിക്കാനോ തിരിച്ച് പ്രശ്നമുണ്ടാക്കാനോ തയ്യാറാവാതെ ഞാൻ നോമ്പുകാരനാണെന്ന പ്രഖ്യാപനം ആ വ്യക്തിക്ക് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാവണം വിശ്വാസി. നോമ്പിലൂടെ ആമാശയത്തെ നിയന്ത്രിക്കുമ്പോൾ ആ നിയന്ത്രണ പരിശീലനം വഴി എല്ലാ അവയവങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുകയാണ് ഇതിലൂടെ വിശ്വാസി ചെയ്യുന്നത്. അവൻ തിരിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ, അവൻ ഇങ്ങോട്ട് ശണ്ട കൂടാൻ വരുന്നവരോട് അങ്ങോട്ട് ശണ്ട കൂടാതിരിക്കുമ്പോൾ, ആ വിശ്വാസി ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കുന്നവരോട് അങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാതിരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും വികാരത്തിനും വിചാരത്തിനുമെല്ലാം നിയന്ത്രണം ശീലിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. വിശപ്പിനെ മാത്രം നിയന്ത്രിക്കാൻ പഠിക്കേണ്ടതല്ല നോമ്പ്. എല്ലാ തരം വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കേണ്ടതാണ് നോമ്പ്. പകൽ സമയത്ത് വിശപ്പിനെയും കാമവിചാരത്തെയും ലൈംഗിക വിചാരത്തെയും മാത്രം നിയന്ത്രിക്കാൻ പഠിച്ചതുകൊണ്ട് നോമ്പിൻ്റെ പൂർണ്ണത വരുന്നില്ല. മറിച്ച് ഈ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ ഏത് സന്ദർഭത്തിലും ഞാൻ നോമ്പുകാരനാണ് എന്ന വിചാരത്തോടെ മുന്നോട്ട് പോവുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും എല്ലാറ്റിനും ഒറ്റ മറുപടിയായി ആ നോമ്പുകാരൻ എന്ന പ്രഖ്യാപനം ഉണ്ടാവുകയും വേണം. അതുവഴി ശത്രു തോൽക്കുകയാണ്, അതുവഴി എതിരാളി പരാജയപ്പെടുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാമെന്ന് കരുതി വന്നവന് എപ്പോഴും കിട്ടുന്ന മറുപടി ഒന്ന് മാത്രം. ഇങ്ങനെയാണ് എതിരാളിയെ തോൽപ്പിക്കേണ്ടത്. തൻ്റെ വ്രതവിശുദ്ധിയുടെ നിറവിൽ ആ എതിരാളി നിഷ്പ്രഭനായി പോകണം. അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവർ പോലും തോറ്റ് മടങ്ങണം. ആ അർത്ഥത്തിൽ എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കുന്നതായി നോമ്പ് മാറണം. ദേഷ്യത്തെ നോമ്പ് നിയന്ത്രിക്കണം, തൻ്റെ ചിന്തകളെ നോമ്പ് നിയന്ത്രിക്കണം, മറ്റെല്ലാറ്റിനെയും നിയന്ത്രിക്കണം. അങ്ങനെ വലിയൊരു പരിശീലന കളരിയായി നോമ്പ് മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.